ഇപ്പോഴാണ് എനിക്ക് ഓണായെന്നുള്ളൊരു തോന്നൽ വന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശിവപ്പേരൂരിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ തെക്കേ ഗോപുര നടയുടെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയ പൂക്കളം, പൂക്കളം ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. പൂക്കളം മാത്രമല്ല, അവിടെ ചെറിയൊരു കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ കണക്കൊക്കെ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആയിരത്തോളം ആൾക്കാരാട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും വലിയൊരു അത്തപ്പൂക്കളാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഞാനും കാണാനും ആകാംക്ഷയിലാണ് ഇതെങ്ങനെയാണ് ഇരിക്കണേന്ന് കാണാനൊക്കെ. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് നോക്കാം അല്ലേ. ഗൈസ്, നിങ്ങൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ കണ്ടിട്ടുണ്ടോ? കാറുകളായിട്ട് കൊണ്ടുവരുന്ന ഒരു ചേട്ടനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ചെറിയൊരു കാർ കച്ചവടം. കണ്ടോ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് കാറുകളുണ്ട്. 100, 120, 150 റേഞ്ചിലൊക്കെ ആയിട്ടാ കാറ് വരുന്നത്. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കാറ് ക്ലീൻ ചെയ്ത് നല്ല കുട്ടമ്പനാക്കി കൊടുക്കുന്ന സർവീസൊക്കെ കാണുന്നത്. അത് ഈ കുഞ്ഞി പോകുന്ന മിനി ടോയ്സിനൊക്കെ. ഇവിടെ മിനി ടോയ്സ് മാത്രമല്ല കേട്ടോ, അത് തൊട്ടപ്പുറത്ത് എന്താ സംഭവം എന്ന് മനസ്സിലായത്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലബൂബു ഡോളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അടക്കായിട്ട് ഇങ്ങനെ വരിയായി കാറുകൾ വെച്ചിരിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആർക്കായാലും കണ്ടാലൊന്ന് വാങ്ങിക്കാൻ തോന്നും. തൃശ്ശൂരിൽ നടക്കണ പള്ളിപ്പെരുന്നാളാണെങ്കിലും പൂരത്തിനാണെങ്കിലും ഈ ചേട്ടന്റെ സ്റ്റോൾ എവിടെയെങ്കിലും ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് കമ്മൽ കച്ചവടങ്ങളും അങ്ങനെ മൈതാനൊക്കെ കടകളാൽ നിറഞ്ഞു. ഗൈസ്, 50 രൂപ ഒരു ഡിസൈൻ. ഇവിടെ അച്ചില് കുത്തിയ മൈലാഞ്ചിയുടെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവര് പഞ്ച് ചെയ്തതിന് ശേഷം പേപ്പർ കൊണ്ടൊന്ന് തുടച്ച് നല്ല വൃത്തിയായി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ക്യൂ പോലെയായിരുന്നു ആൾക്കാർ. ഒത്തിരി പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ പൂക്കളം കാണാൻ പോയി. ഇപ്പോഴാണ് എനിക്ക് ഓണായെന്നുള്ളൊരു തോന്നൽ വന്നത്. ഈ തിരക്കൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത്തപ്പൂക്കളം മാത്രമല്ല കേട്ടോ, ഓഗസ്റ്റ് 26 തൊട്ട് ഓഗസ്റ്റ് 30 വരെ ഒട്ടേറെ പരിപാടികൾ ഒരു 6:30 സമയത്തായിട്ട് നടക്കുന്നുണ്ട്. പാണ്ടിമേളം, തിരുവാതിര, ആനയൂട്ട്, ബാലപഞ്ചാരി മേളം, അങ്ങനെ ഒട്ടനവധി പരിപാടികളൊക്കെ ഈ മൈതാനത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മലയാളികൾസ് ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പോകുന്നുണ്ട്. നമ്മുടെ സ്വന്തം വടക്കുന്നാഥന്റെ മണ്ണ്. പ്രാവശ്യത്തെ പോലെ നല്ല അടിപൊളി അത്തപ്പൂക്കളാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ എന്ത് വലുത്. ഓരോ കൊല്ലം കൂടുന്തോറും നമ്മുടെ പൂക്കളം അടിപൊളിയായിട്ട് വരുവാണ്. ഇത് കാണാനും ഇത്ര അധികം ആൾക്കാർ വരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിന് സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാട്ടോ. അത് മാത്രല്ല, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്, കാഴ്ചകളൊക്കെ കണ്ട്. ഞാൻ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഈ വടക്കുന്നാഥന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ പുത്തമ്പള്ളിയുടെ കുരിശ് കാണാട്ടോ. ഈ പൂക്കളത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ വ്യൂവും കാണാൻ അടിപൊളി തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്ന് കണ്ടുപോകുന്നത്. അപ്പുറത്തൊക്കെ ആയിട്ട് ഉറിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓണക്കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയില്ല. അവിടെ തൃക്കാക്കരപ്പൻ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ എന്തായാലും പോവാം. ഇവിടെ ഓണത്തിന് എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ട്, എന്തൊക്കെ കച്ചവടങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത് പോയി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ഏരിയ മൊത്തം ചട്ടികളാണ്. കുറെ സൈസിലും തരത്തിലൊക്കെ ആയിട്ട് ഫുൾ ചട്ടികൾ വെക്കുന്നുണ്ട്. ചട്ടികൾ വെച്ച് ഈ ഏരിയ ഫുള്ളായി നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. വലിയ തൃക്കാക്കരൊക്കെ തൊട്ട് ചെറിയ തൃക്കാക്കരൊക്കെ 60 ഇതാണ് ഏറ്റവും ചെറുത്. എത്ര? 50, 60, ഇതൊക്കെയാണ് ഉറിയുടെ റേറ്റ് വരുന്നത്. അതെ, കുറെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സിൽ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഇരിക്കുന്നുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ഫ്ലവേഴ്സ് ആണെന്ന് വരെ തോന്നിപ്പോകും. പിന്നെ ഇതാ ബജ്ജിക്കട, ഇടയിൽ നടന്നു കുടിക്കാൻ ചായ, ചെറിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള പടക്കം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതാ എന്റെ കയ്യിൽ കറങ്ങുന്ന ഒരു ചെറിയ ഫാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണത്തിന് ഒരു സാരിയെങ്കിലും എടുക്കാത്ത ആരെങ്കിലും ഉണ്ട്. അതായത് ഇവിടെ ഇഷ്ടം പോലെ പ്രിന്റഡ് സാരീസ് ഒക്കെ ഉണ്ട്. 450, 550 റേഞ്ചൊക്കെ ആട്ടോ ഈ സാരീസിനൊക്കെ വരുന്നത്. ചായ കടികളെല്ലാം ഈ ഭാഗത്ത്. പക്ഷെ നമ്മൾ പൂക്കളുടെ സെക്ഷനിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അതാ അവിടെയാണ് പൂക്കളുടെ സെക്ഷൻ ഇരിക്കണം. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും വെറൈറ്റീസും ഒക്കെ പോയി കണ്ടിട്ട് വരാം. നമ്മൾ പാർമേക്കാവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ തൊട്ട് ഇഷ്ടം പോലെ സ്റ്റോളുകളാണ് ഉള്ളത് കേട്ടോ.
കെട്ടിട്ടിരിക്കണ കാണിച്ചു തരാം മക്കളെ. എപ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം ഒരുപാട് പൂക്കൾ ആ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ചെണ്ടുമല്ലി, ജമന്തി, കുഞ്ഞു റോസ്, ഡാലിയ, അങ്ങനെ വെറൈറ്റി ഒരുപാട് ഇങ്ങനെ കളറിൽ തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഓണം വൈബ് കിട്ടും. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് വന്ന് വാങ്ങുന്നുണ്ട് പൂക്കള് കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു വയലറ്റ് പൂ കണ്ടപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഒരു കിലോന് 400. അത്തത്തെ ഓണത്തിനൊക്കെ പൂക്കൾ ഇടാൻ വേണ്ടി ഇവിടെ വന്നാൽ മതി. ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ഓരോ വെറൈറ്റി വൈലറ്റ് ഡാലിയ വരെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തത് ഇതിനെത്ര മിക്സ് ചെയ്ത് 100 രൂപ. അപ്പൊ ഹാപ്പി ജേണി. വെറുതെ പറയണോ? നാളെ വന്ന് കണ്ടു കഴിഞ്ഞാൽ സോറി പറയാലോ. ഡാലിയ തന്നെ തോന്നുന്നില്ല. കണ്ടില്ലേ, ലോഡ് കണക്കിന് പൂക്കളാണ് ഇവിടെ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നത്. തൃശ്ശൂര് പൂക്കളാൽ മുങ്ങിയിരിക്കുന്നു കൈ. ഇതിപ്പോ ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും പൂക്കൾ നമ്മൾ കണ്ടു. ഇനി കൂടുന്തോറും സ്റ്റാളുകൾ കൂടി വരുന്നുള്ളൂ. ഇവിടെ തൃക്കാക്കരപ്പന്റെ ഏറ്റവും വലിയ സൈസ് കണ്ടു കേട്ടോ. തൊട്ടപ്പുറത്ത് കാണുന്നേക്കാളും ഏറ്റവും വലിയ സൈസ് ഞാൻ ഈ തേക്കിൻകാട് മൈതാനത്ത് കണ്ടത് ഇവിടെ ആട്ടോ. ഗൈസ്, ഞാൻ ദൂരെ നിന്ന് വന്നപ്പോ എന്തോ ഒരു സാധനം കണ്ടു, ഭയങ്കര വിചിത്രമായിട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കഴിഞ്ഞ പൂരത്തിന് വിട്ട കൊടാമിട്ടില്ലേ, അതിന്റെ ബലൂണാന്ന് തോന്നുന്നത് ഇതായിരിക്കണത്. ഇപ്പൊ കോർപ്പറേഷന്റെ ശ്രദ്ധയ്ക്ക് അത് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ഒരുപാട് നല്ല കാര്യങ്ങളും ചെടികളാണെങ്കിലും പൂരം കഴിഞ്ഞ വഴി മാലിന്യങ്ങളാണെങ്കിലും എത്രയും പെട്ടെന്നൊക്കെ നീക്കാറുണ്ട്. ഇതെന്തോ ശ്രദ്ധയിൽപ്പെടാത്തതാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വാ, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഗൈസ്, ഇവിടെ കുറേ കൂപ്പണുകൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഒരു കൂപ്പണ് ഒരു പിള്ളേർ സെറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ചേച്ചി കൂപ്പൺ എടുക്കാം അത് എടുക്കുമെന്ന്. പക്ഷെ കുറേ ഉണ്ട്, അതൊന്നും തപ്പിത്തടന്ന് നടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറയും നേരത്തെ കൊടുത്തൂല അവിടെ കൊടുത്തൂല ഒക്കെ ഒന്ന് പറഞ്ഞ് സ്കിപ്പാവും. നിങ്ങൾ അതേപോലെ സ്കിപ്പ് ചെയ്യണവരാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യട്ടാ. വേറൊന്നും കൊണ്ടല്ല, ദാരിദ്ര്യം കൊണ്ട് പൈസ ഇല്ലാന്നേ. അത്ത വന്ന് കൂടി വരുമ്പോ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ ആയിരിക്കും. കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഓണപരിപാടി. ഇനി തിരുവോണം, നാലോണം, 9-ാം തീയതി പുലിക്കളി, എല്ലാത്തിനും ഞാൻ ഇവിടെ ഉണ്ടാവും. നിങ്ങളും ഇവിടെ ഉണ്ടാവണം. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വഴിയെ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഹാപ്പി ഓണം.